തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് ഈ വൈകുന്നേരം ഞായറാഴ്ച വൈകുന്നേരം വന്നത് അങ്ങേയറ്റം അസ്വസ്ഥതയുണ്ടാക്കുന്ന അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തയാണ്. ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ഒരു യുവതിയെ യാത്രക്കാരനായ മദ്യപാനി ചവിട്ടി പുറത്തേക്ക് തള്ളുന്നു. ഇപ്പോൾ അതിനുള്ള പ്രതികരണം വരുന്നു. അതിന് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് മിഷൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. ആ സമയത്ത് ബോധമില്ല. തലയ്ക്ക് നല്ല ഇഞ്ചുറി ഉണ്ട്. തലയ്ക്കാണ് കൂടുതൽ ഇഞ്ചുറി. മനസ്സിലാക്കുന്ന ആ പെൺകുട്ടിയുമായി ആ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് മദ്യപാനിയായ സുരേഷ് ചവിട്ടി വീഴ്ത്തിയ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച ആംബുലൻസിന്റെ ഡ്രൈവർ എന്നാണ് മനസ്സിലാക്കുന്നത്. ആ യുവാവ് പറയുന്നുണ്ട് തലയ്ക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അത് തന്നെയാണ് നിലവിലത്തെ ആരോഗ്യസ്ഥിതിയും ആശങ്കപ്പെടുത്തുന്നതാണ് പെൺകുട്ടിയുടേത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലാണ് ചികിത്സയിലുള്ളത്. പ്രതിയായ സുരേഷിനെ സംബന്ധിച്ച അയാളുടെ പശ്ചാത്തലം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സ്ഥിരം മദ്യപാനിയാണ് ഇയാളെന്ന വിവരങ്ങൾ കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. മേഘ്ന ഇപ്പോൾ പ്രതികരിച്ചത് ആംബുലൻസിന്റെ ഡ്രൈവറാണെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം ഈ സുരേഷിന്റെ സ്വഭാവം, അയാളുടെ ഭാര്യ, മക്കൾ അടക്കം ഉപേക്ഷിച്ചു പോയതാണ് സ്ഥിരം മദ്യപാനം കാരണമെന്ന വിവരം കൂടി മേഘ്നയ്ക്ക് ലഭിച്ചു എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും ഗോകുൽ, ഇപ്പോൾ പ്രതിയുടെ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പനച്ചുമൂട് സ്വദേശിയാണ് പ്രതിയായിട്ടുള്ള സുരേഷ് കുമാർ. 45 വയസ്സാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജോലി നിലവിൽ കമ്പിവേലി കെട്ടുന്ന ഒരു ജോലിയാണ് പ്രതി ചെയ്തുകൊണ്ടിരുന്നത്. അതിനിടയിൽ സ്ഥിരം മദ്യപാനിയാണ്. അത് മദ്യപിച്ച് നാട്ടിൽ പ്രശ്നമുണ്ടാകാറുണ്ട്, വീട്ടിലടക്കം പ്രശ്നമുണ്ടാകാറുണ്ട്, ഈ ഒരു ദാമ്പത്യ പ്രശ്നങ്ങളടക്കം ഉണ്ടാകാറുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൽ സ്ഥിരം മദ്യപാനിയാണ് എന്നുള്ള കാര്യം നാട്ടുകാരും ആവർത്തിക്കുന്നുണ്ട്. ഈ സുഹൃത്തിന്റെ മൊഴിയും അതുപോലെ തന്നെയാണ്. അതിൽ ഉണ്ടായിരുന്നു എന്ന് സുഹൃത്തും ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ തന്നെയാണ് നമ്മളുള്ളത്. ഈ പ്രതിയുടെ പശ്ചാത്തലമൊക്കെ പറയുന്നതിനോടൊപ്പം ഈ പെൺകുട്ടിയുടെ ഒരു ആരോഗ്യസ്ഥിതിയും അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. അതിൽ ഇപ്പോൾ ഈ വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി മാത്രം പെൺകുട്ടി ജീവൻ നിലനിർത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.